ഹലോ സ്റ്റുഡൻസ്, ഹിസ്റ്ററി ഓഫ് മൈ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കുന്നത് ക്ലാസ് 10 SS സെക്കൻഡ് ചാപ്റ്ററാണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ നോക്കിയത് 1789 നടന്ന ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ, സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിൽ ഫ്രഞ്ച് ദേശീയ സഭ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് നോക്കിയത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും. ഈ ഒരു കാലഘട്ടത്തിൽ 1792 മുതൽ ഫ്രാൻസ് എന്തിനു സാക്ഷികളായി മാറി? ഒരു ഭീകര ഭരണത്തിന് സാക്ഷികളായി, ഒരു ഭീകരവാഴ്ചയ്ക്ക് സാക്ഷികളായി മാറി. 1792 ദേശീയ സഭയുടെ സ്ഥാനത്ത് നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണസമിതി നിലവിൽ വന്നു. ഈ നാഷണൽ കൺവെൻഷൻ എന്ത് ചെയ്തു? ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും തുടർന്ന് ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ഒരു റിപ്പബ്ലിക്കായി മാറിയ ഫ്രാൻസിന്റെ ഭരണ നേതൃത്വം പിന്നെ ആരുടെ കൈകളിലായിരുന്നു? ജാക്കോബിനുകൾ എന്ന് പറയുന്ന ഒരു സംഘത്തിന്റെ കൈകളിലായിരുന്നു. ആരാണ് ജാക്കോബിനുകൾ? ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ വിഭാഗമാണ് ജാക്കോബിൻ കോൺവെന്റിലാണ് ഇവർ ആദ്യകാലത്ത്, ഈ ഒരു സംഘം ആദ്യകാലത്ത് യോഗം ചേർന്നിരുന്നത്. അതുകൊണ്ട് ഇവർ ജാക്കോബിനുകൾ എന്ന് അറിയപ്പെട്ടു. ഈ സംഘത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു റോബസ്പിയർ. അക്കാലത്ത് ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ വലിയ ഒരു സ്വാധീനം ചെലുത്താൻ ആർക്ക് കഴിഞ്ഞു? ഈ ഒരു ഗ്രൂപ്പിന് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് യൂറോപ്പിലെ പ്രധാനപ്പെട്ട ശക്തികളായിരുന്ന ഓസ്ട്രിയ, ബ്രിട്ടൻ, റഷ്യ ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഈ ഒരു ആക്രമണം തടയുന്നതിന് വേണ്ടി എന്ത് രൂപീകരിച്ചു? കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി, പൊതുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിന്നെ പാരീസിൽ നടന്നത് അതിഭീകരമായിട്ടുള്ള ഭരണമായിരുന്നു. പാരീസ് നഗരത്തിന്റെ ഭരണം പിന്നീട് ഡാണ്ടൻ, ഹെർബർട്ട്, മരാർ, റോബസ്പിയർ എന്നിവരുടെ കൈകളിലായിരുന്നു. പ്രഭുക്കൾ, പുരോഹിതർ, രാജാവിനെ അനുകൂലിക്കുന്നവർ എന്നിങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ ദിനം പ്രതി ദിവസം എന്ത് ചെയ്തു? രാജ്യദ്രോഹികൾ എന്ന് മുദ്ര കുത്തി ജയിലിലടച്ചു. ജയിലുകൾ നിറഞ്ഞപ്പോൾ, ജയിലിൽ സ്ഥലം ഇല്ലാതെ വന്നപ്പോൾ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി 1500ഓളം പേര് എന്ത് ചെയ്തു? ഈ നേതാക്കൾ പാരീസിന്റെ തെരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തി. ഇത് എന്തെന്നറിയപ്പെട്ടു? സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് അറിയപ്പെട്ടു. ജനങ്ങളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച പ്രത്യേകതരം യന്ത്രമായിരുന്നു ഗിലറ്റിൻ. ഭീകരവാഴ്ചയുടെ കാലത്ത് ഒരുപാട് ജനങ്ങളുടെ മരണത്തിന് കാരണമായ നേതാക്കളും പിന്നീട് ഈ ഒരു ഗിലറ്റിന് വിധേയരായി വധിക്കപ്പെട്ടു. ഇനി ജാക്കോബിനുകളെ പോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് ജിറോണ്ടിസ്റ്റുകൾ. ആരാണ് ജിറോണ്ടിസ്റ്റുകൾ? ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ജിറോണ്ടിസ്റ്റുകൾ. ഫ്രാൻസിന്റെ തെക്ക് പടിഞ്ഞാറുള്ള ജിറോണ്ട് എന്ന പ്രദേശത്ത് നിന്ന് വന്ന ദേശീയ അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നു ഇവരിൽ ചിലർ. ജാക്കോബുകളിൽ നിന്ന് വ്യത്യസ്തമായി മിതവാദ നിലപാടുകളാണ് ഇവർ സ്വീകരിച്ചത്. ഭൂവുടമകളെയും വ്യാപാരികളെയും ഉന്നത വർഗക്കാരുടെയും പ്രതിനിധീകരിക്കുന്ന ആളുകളായിരുന്നു ഇവരെന്ന് പറയുന്നത്. ഇനി എന്താണ് വിപ്ലവ കലണ്ടർ? ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്ന ഗ്രിഗോറിയൻ കലണ്ടറിന് പകരമായി 1793 ഒക്ടോബറിൽ നിലവിൽ വന്ന കലണ്ടറാണ് വിപ്ലവ കലണ്ടർ. വിപ്ലവ കലണ്ടർ എന്ന പേരിൽ പ്രശസ്തമായ ഈ കലണ്ടർ തുടങ്ങുന്നത് ഫ്രാൻസ് റിപ്പബ്ലിക്കായി മാറിയ 1792 സെപ്റ്റംബർ 22 ഈ കലണ്ടറിലെ 7 ദിവസങ്ങളിലുള്ള ആഴ്ചകൾക്ക് പകരം, അതായത് ഈ കലണ്ടറിൽ 7 ദിവസങ്ങളുള്ള ആഴ്ചകൾക്ക് പകരം 10 ദിവസങ്ങൾ വീതമുള്ള 3 ദശകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ കലണ്ടർ പൂർണ്ണമായി ഒരു മതേതര കലണ്ടറായിരുന്നു. വിപ്ലവത്തിൻ്റെ 12ാം വർഷം വരെ 1801 വരെ ഈ കലണ്ടറാണ് ഫ്രാൻസിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. വിപ്ലവത്തിന് 12ാം വർഷം വരെ ഫ്രാൻസിൽ ഈ ഒരു കലണ്ടറാണ് നിലവിൽ ഉണ്ടായിരുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗിലറ്റിൻ എന്ന യന്ത്രത്തിന്റെ പിക്ചറാണ്. ഞാൻ പറഞ്ഞു, ഭീകരവാഴ്ചയുടെ കാലത്ത് ജനങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ യന്ത്രമാണ് ഗിലറ്റിൻ. ഫ്രഞ്ച് വിപ്ലവകാലത്ത് കൂടുതൽ പേരെ പെട്ടെന്ന് ശിരച്ഛേദം ചെയ്ത് വധിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച
ഭയാനകമായ ഉപകരണം ഗിലറ്റിൻ, അതായത് തല വെട്ടിക്കളഞ്ഞ് കൊല്ലുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഉപകരണമാണ് ഗിലറ്റിൻ. ഈ ആശയം നിർദ്ദേശിച്ച ഡോക്ടർ ജോസഫ് ഇഗ്നാസ് ഗിലോട്ടിൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യന്ത്രം അറിയപ്പെടുന്നതും അയാളുടെ പേരിലാണ്, ഗിലറ്റിൻ എന്നാണ് അറിയപ്പെടുന്നത്. ലോയി 16 രാജാവിനും അദ്ദേഹത്തിന്റെ രാജ്ഞിയായ മാരി അന്റോയിറ്റയും ഗിലറ്റിൻ ഉപയോഗിച്ചാണ് വധിച്ചത്. ഭീകരവാഴ്ചയുടെ കാലത്ത് വിപ്ലവ നേതാവായിരുന്ന റോസ്ബിയറിനെ പിന്നീട് ഗിലറ്റിനെ വിധേയമാറ്റി. ആരൊക്കെയാണ് ജനങ്ങളോട് അങ്ങനെ ചെയ്തത്? ആ നേതാക്കൾ പിന്നെ എന്തിന് വിധേയരായി മാറി? ഈ ഗിലറ്റിന് വിധേയരായി തീർന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും, ഇങ്ങനത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.